ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദയ പറയാണ്, ആ അനിതേച്ചി കാരണമാണ് ഇന്ന് ഞാൻ ആ വീട്ടിൽ പോവാതിരിക്കുന്നത്. അനിതേച്ചി ചെയ്തു കൊടുക്കാനുണ്ടല്ലോ ശബരിയേട്ടന്, അതുകൊണ്ട് ശബരിയേട്ടന് ഇപ്പോഴെന്നെ ആവശ്യമുണ്ടാവില്ല. അതെനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്നും ഇറങ്ങിത്തന്നത് എന്ന് പറയുമ്പോൾ രഘു പറയാണ്, ദയേ നീ ഇത്രയും അഹങ്കാരിയാവരുത്. ദയേ നിന്റെ കഴിഞ്ഞ കാല കഥകൾ നീ ഓർക്കുന്നതൊന്നും നല്ലതാണ്. നിന്റെ കഥകളെല്ലാം അറിഞ്ഞിട്ടും ആ മനുഷ്യൻ ആ വീട്ടിൽ ഒരാളെപ്പോലും അറിയിക്കാതെ ആ സത്യങ്ങളെല്ലാം മറച്ചു വെച്ച് നിന്നെ സപ്പോർട്ട് ചെയ്തവനാണ് ഈ ശബരി. അവനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ ഈശ്വരൻ പോലും പൊറുക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ അമ്പിളി പറയുന്നത്, ഇവളെ പോലെയുള്ളവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, അഹങ്കാരം തലക്ക് പിടിച്ചു നിൽക്കുന്ന ഇവൾ എന്ത് സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ട് അമ്പിളി അങ്ങ് പോകുമ്പോൾ ദയക്ക് തൻ്റെ പഴയകാല കഥ ഓർമ്മ വരികയാണ് കേട്ടോ. എന്നാൽ ഈ സമയം അനുപമയും കൊണ്ട് ഇന്ദ്രൻ സോനയുടെ വീട്ടിലോട്ട് ചെന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സുശീല ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ നല്ല സ്വീകരണമൊക്കെയാണ്. പക്ഷേ സോന ആകെ പരിഭ്രാന്തിയിലാണ്. അപ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ എന്താ നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ ആ വിനയൻ ഇവിടെ വന്നിരുന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ എന്താ അവൻ എന്തെങ്കിലും നിന്നെ പറഞ്ഞോ കാണിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതല്ല, അയാൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞ് അയാൾ ഒരുമാതിരി വൃത്തികെട്ട രീതിയിലാണ് ഇവിടെ കാട്ടിക്കൂട്ടിയത്. അമ്മ ഉള്ളിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അയാൾ വീട് പരക്കെ നടക്കലും ഞാൻ അറിയാതെ എൻ്റെ പിറകിൽ വന്ന് നിൽക്കലും ഞാൻ ആകെ പേടിച്ചു പോയി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സോനയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇന്ദ്രൻ കുറേയായി ഞാൻ അവനെ വേണ്ടെന്ന് വെക്കുന്നു, എന്നിട്ട് തലയിൽ കയറി നിരങ്ങുന്നു. അപ്പോൾ അനുഭവം പറയാം, നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുത്ത ബന്ധമാണ് അത് ഇന്ന് നമുക്ക് തന്നെ തലവേദനയായി വരുന്ന ആ ഒരു അവസ്ഥയിൽ എത്തി ഇന്ദ്രേട്ട എന്ന് പറയാം കേട്ടോ. അപ്പോഴാണ് ശ്യാമും സത്യനും ആ വഴി കയറി വരുന്നത് കേട്ടോ. അങ്ങനെ ശ്യാമിനെയും സത്യനെയും കാണുമ്പോൾ സത്യം നല്ല കലിപ്പിലാണ് കേട്ടോ. അപ്പോൾ ശ്യാമുവിൻ്റെയും മുഖം ആകെ ഒരു ടെൻഷനിലാണ്. അനുവിനെ കണ്ട ആ ഒരു സന്തോഷമൊന്നും ഇവരുടെ മുഖത്തില്ല കേട്ടോ, സത്യൻ്റെ മുഖത്ത്. അപ്പോൾ അനുപമ, എന്താ സത്യം നീ വല്ല പരിഭ്രാന്തിയിലാണല്ലോ, നിനക്ക് എന്ത് പറ്റി, എന്താ മോനെ എന്നൊക്കെ പറയുമ്പോൾ ആ വട്ടം വിനയൻ അവിടെ കയറി വന്നിരുന്നു, അവൻ ഉടക്കാനായി തന്നെ അവിടെ കയറി വന്നു എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നമെന്ന് ഇന്ദ്രൻ ചോദിക്കുകയാണ്. അപ്പോഴേക്കും സോന പറയാണ്, ഇവിടെ കയറി വന്നിരുന്നു എന്നിട്ട് അമ്മ ഇല്ല എന്ന് പറഞ്ഞിട്ടും അയാൾക്ക് വിശ്വാസമാവാൻ എന്നോട് കള്ളത്തരം പറഞ്ഞു വെള്ളം വാങ്ങിയിട്ട് അകത്ത് കയറി പരിശോധിച്ചു എന്നൊക്കെ പറയണ്ട. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഇവർക്കൊക്കെ കൈ തരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്ന് പറയണ. പിന്നീട് സത്യനോട് പറഞ്ഞ വാക്കുകൾ സത്യനങ്ങ് പറയാണ്, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്താണ് അനുചേച്ചി, ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത് അയാളുടെ കുഞ്ഞ് ചീരു വയറ്റിലിട്ട് നടക്കുന്നത് അത് എൻ്റെ കുഞ്ഞാണെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞെന്ന് പറയുമ്പോൾ അവിടെ ചീരു ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇതേ സമയം എന്തിനാണ് ഇങ്ങനെ ഒരു പാപഭാരം ചുമക്കാൻ നിൽക്കുന്നത്, അവൻ്റെ കുഞ്ഞിനെയൊക്കെ വളർത്തി കഴിഞ്ഞാൽ ചിരുവിന് യാതൊരുവിധ മനസ്സമാധാനം അയാളിൽ നിന്ന് കിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന അനുപമ ആകെ ഞെട്ടിപ്പോവാണ്. എന്നാൽ സത്യനോട് ചോദിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയല്ല എന്ന് അനുപമക്ക് മനസ്സിലാവണം. ഇതേ സമയം ഇന്ദ്രനും മനസ്സിലാവണം അതിന് പറ്റിയ ഒരു മാനസികാവസ്ഥയല്ല. ചീരുവിനെ പറഞ്ഞ സത്യൻ്റെ മൊത്തത്തിൽ ആ ഒരു ടെൻഷൻ വരും. കാരണം അങ്ങനെ താൻ മനസ്സിൽ കൊണ്ടു നടന്ന അങ്ങനെ ഒരു പെണ്ണാണ്, അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് ഇന്നും സത്യന് ഇഷ്ടമല്ല കേട്ടോ. എന്നാൽ ഈ സമയം ഇവിടെ ചീരു ഇങ്ങനെ ഉമ്മരത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ചീരുവിൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട് ദയോട് ചീരു പറയണം, ദയ നീ ഇത്ര അഹങ്കാരി ആവാൻ പാടില്ല കേട്ടോ. നിൻ്റെ കഴിഞ്ഞ കാല കഥകളെല്ലാം നീ മറന്നിട്ട് ആ ശബരിയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നിനക്ക് നല്ലതിനല്ല. ശബരി ഇപ്പോൾ ടൂറ് പോകുന്നതിന് മുന്നേ നീ അവിടോട്ട് പോകാൻ നോക്കിക്കോ എന്ന് പറയുമ്പോൾ നിങ്ങളെ ഇത്ര കൊള്ളരുതാത്തവളായതുകൊണ്ടാണല്ലോ ഈ വിനയൻ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ്റെ കുഞ്ഞിനെ വീണ്ടും നിങ്ങൾക്ക് ചുമക്കേണ്ടി വന്നത്. എന്നാൽ ഈ ദയയെ കിട്ടില്ല. ദയയെ സ്നേഹിക്കുന്ന ഭർത്താവിന് മാത്രം ദയക്ക് മതി, അല്ലാതെ ദയയെ വേണ്ടെന്ന് വെച്ച് വേറൊരുത്തിയുടെ പിന്നാലെ പോകുന്ന ഒരു ഭർത്താവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ദയ അയാളുടെ പിറകെ നടക്കില്ല. എന്നാൽ നിങ്ങൾ വീണ്ടും അയാൾക്ക് വീണ് കൊടുക്കുമെന്ന് പറയണം കേട്ടോ. എന്നാൽ ഈ സമയം ദയെ നീ അതിര് കിടക്കുന്ന നിൻ്റെ വാക്ക് ഞാൻ ചേച്ചിയാണെന്നുള്ള ബോധം നിനക്കില്ല എന്ന് പറയണം കേട്ടോ. അപ്പോഴേക്കും അമ്പിളി അവിടെ നിർത്തടി, നീ വല്ലാതെ ചിലക്കണ്ടടി, നിന്നേക്കാൾ മെച്ചമാടി ചീരു. കാരണം ചിരുവിൻ്റെ ഭർത്താവിന് ബഹുമാനവും ഇതൊക്കെ കൊടുക്കുന്നുണ്ട്, എന്നാൽ നീ അത് ചെയ്യുന്നുണ്ടടി. നിന്റെ ഭർത്താവ് എങ്ങനെ സ്നേഹിച്ചതടി, ഒരു കാലത്ത് നീ ഒരുത്തനുമായി കിടപ്പറ വരെ പങ്കിടാൻ പോയിട്ട് എന്നിട്ട് നിനക്ക് സമ്മാനിച്ചതെന്താ, അന്ന് മരണത്തിൽ നിന്ന് രക്ഷിച്ചത് ഈ നിൽക്കുന്ന രഘുവേട്ടനും ഞാനുമാണ്. അതിനുശേഷം അവൻ പിന്നാലെ കൂടിയപ്പോൾ ഈ ശബരി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ജീവനുണ്ടായിരുന്നടി. ഈ സത്യം ഇന്ന് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്താടി ഉണ്ടാവുക എന്ന് പറഞ്ഞ് ഭയങ്കര കലബല പിടിച്ച ആ തല്ലാണ് കേട്ടോ. മക്കൾ തമ്മിൽ ഇങ്ങനെ പോര് തുടങ്ങണം. അപ്പോൾ ഇതേ സമയം ഇത് കേൾക്കുന്ന മഞ്ചാടിക്ക് ദേഷ്യം വരികയാണ്. കാരണം മഞ്ചാടിയും ദയയും ഒരേ റൂട്ടിലാണ് പോകുന്നത്.
ആഗ്രഹിക്കുന്നത്. നല്ല പണക്കാരായ ആളെ കല്യാണം കഴിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം. തൻ്റെ കാലിൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരു ഭർത്താവാണ്, വരച്ച വരയിൽ നിർത്തുന്ന ഒരു ഭർത്താവിനെ വേണം എന്നൊക്കെ എങ്ങനെ ചിന്തിച്ച് നടക്കുന്ന അവരാണ്. അപ്പം മഞ്ചാടി പറയാണ്, ദയേച്ച് പറഞ്ഞതിൽ ഇപ്പം എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റുള്ളത്? എന്താ തെറ്റുള്ളത്? എന്തെങ്കിലും തെറ്റുണ്ടോ? ചിരിച്ചേച്ചി ചെയ്തത് തന്നെ തെറ്റ്. ഇങ്ങനെ ഒരു വൃത്തികെട്ടവൻ്റെ കൂടെ വീണ്ടും വീണ്ടും ജീവിക്കാൻ പോകേണ്ട ആവശ്യം ചിരിച്ചേച്ചിക്ക് എന്താ എന്ന് പറയുമ്പോൾ ചീരുവിന് അങ്ങ് ക്ഷമ നശിച്ചു കേട്ടോ. നിർത്തടി എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന മഞ്ചാടി എന്തിനു ഞാൻ നിർത്തണം എന്ന് ചോദിക്കുമ്പോൾ പിന്നെ നീ പറഞ്ഞതെല്ലാം കേട്ട് ഞാൻ നിൽക്കണടി. ഇന്ന് നിന്റെ മാനം കാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ മൃഗത്തിൻ്റെ മുന്നിൽ ഞാൻ കിടന്നു കൊടുത്തത് എന്ന് പറയുമ്പോൾ രഘു കയറി വരണം കേട്ടോ. രഘു ഉണ്ടെന്നൊന്നും നോക്കില്ല ചീരുവിൻ്റെ ക്ഷമ അങ്ങ് നശിക്കുകയാണ്. തൻ്റെ വയറ്റിൽ ഈ കുഞ്ഞ് ഈ പാപഭാരം എന്ന് തന്നെ ആയി തീർന്നിരിക്കുന്നു ചീരുവിന്. അത് ചുമക്കും തോറും താൻ കുഴഞ്ഞു വീഴുന്നതിന് തുല്യമായി തുടങ്ങണം. അത്രയും വലിയൊരു ഭാരമാണ് തൻ്റെ വയറ്റിലുള്ളത് എന്നൊരു തോന്നൽ ചിരുവിന് തോന്നണം കേട്ടോ. അപ്പോൾ ഈ സമയം മഞ്ചടിയോട് പറയാൻ, നീ എന്താടി വിചാരിച്ചിരിക്കുന്നത്? നീ ഒരുത്തനുമായി കോളേജിലോട്ട് പഠിക്കാനെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയിട്ട് ജീവരാജുമായി ഹോട്ടൽ റൂമിൽ കിടപ്പറ പങ്കിടാൻ പോയോളല്ലടി നീ. എന്നിട്ട് നിൻ്റെ വീഡിയോ എടുത്ത് അവൻ അത് സോഷ്യൽ മീഡിയയിൽ വിവാദമാക്കാൻ പോവാന്ന് അറിഞ്ഞപ്പോൾ ഞാൻ നിനക്ക് വേണ്ടിയിട്ടാടി ഒരു മൃഗത്തിൻ്റെ മുന്നിൽ വീണ് കൊടുത്തത്. അല്ലാതെ കണ്ട് ചുമ്മാ ചെന്ന് കയറിയതല്ലടി. നിങ്ങളൊക്കെ പറയുന്നത് പോലെ ചീരു വൃത്തികെട്ടവളാണെങ്കിൽ ചീരു എന്നേ നല്ലൊരു ജീവിതം ഇന്ന് ഈ ചീരുവിനുണ്ടായിരുന്നു. എൻ്റെ മുന്നിൽ നല്ലൊരു ജീവിതം എൻ്റെ സത്യേട്ടൻ വന്നതായിരുന്നു. അന്ന് ഈ കുടുംബത്തിനും അച്ഛനും വേണ്ടിയിട്ടാണ് ഞാൻ ആ ബന്ധം വേണ്ടെന്ന് വെച്ചത്. ആ ബന്ധം വേണ്ടെന്ന് വെച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ജീവിതത്തിൽ ഏറ്റവും വലിയ സുഖം അനുഭവിക്കുന്ന വ്യക്തി ഞാനായിരിക്കും. സത്യേട്ടൻ്റെ കൈകളിൽ ഞാൻ എന്നും സേഫായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ അച്ഛനും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ് ജീവിച്ചത്. പക്ഷേ ഇപ്പോഴെനിക്ക് മനസ്സിലായി, കുടുംബത്തിന് വേണ്ടി ഒരിക്കലും ജീവിക്കരുത്. പ്രത്യേകിച്ച് നിന്നെയും പോലെയുള്ള അനിയത്തിമാർക്ക് വേണ്ടി നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്ത് ചെയ്ത് തരുന്നതും അത് വെറുതെയാണെന്ന് ഇപ്പോൾ മനസ്സിലായി. നിങ്ങൾ പണ്ടാരോ പറയുന്ന ആ ചൊല്ല് പോലെയാണ് നിങ്ങളുടെ സ്വഭാവം. കാര്യം വരുമ്പോൾ നിങ്ങൾ അടുക്കും, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും വേസ്റ്റാണ്. അച്ഛൻ അത് മനസ്സിലാക്കാൻ വഴുകിപ്പോയല്ലോ. രണ്ട് പെമ്മക്കളും രണ്ട് തരത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് അച്ഛൻ മനസ്സിലാക്കാൻ വഴുകി. എന്നാൽ ഈ മൂന്ന് പെമ്മക്കളും അമ്പിളിയാണെങ്കിലും അനുപമയാണെങ്കിലും ഈ ചീരുവാണെങ്കിലും കല്യാണം കഴിച്ചത് വരെയും ഇന്ന് വരെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ തന്നെ തീർക്കുക. അച്ഛന് അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ മൃഗത്തിൻ്റെ മുന്നിൽ ഞാൻ ചെന്ന് വീണതിന് ശേഷമാണ് എനിക്കൊരു പ്രശ്നം വന്നത്. പക്ഷേ നിനക്കും ദയക്കും എന്തെല്ലാം സുഖങ്ങൾ മുന്നിൽ വന്നിട്ടും നിങ്ങൾ അത് തട്ടിക്കളഞ്ഞ് അവർക്ക് കുറ്റം കണ്ടെത്താനല്ലേ നിനക്ക് കഴിയുന്നുള്ളൂ എന്ന് ഇവരോട് പറയുമ്പോൾ ഇവർക്ക് മുണ്ടാൻ വാക്കുകളില്ല കേട്ടോ. ഇതേ സമയം രഘു കഷ്ടമുണ്ട് നിങ്ങളുടെയൊക്കെ കാര്യം എന്ന ഭാവത്തിൽ രഘു അങ്ങ് പോവുകയാണ്. ഇങ്ങനെ അനിയത്തിമാർക്ക് വേണ്ടിയിട്ടല്ലോ ഇത്രയും അമ്മാവൻ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് ആലോചിക്കുമ്പോൾ രഘുവിന് സങ്കടമാവാണ് കേട്ടോ. ഇതേ സമയം മഞ്ചാടി ആകെ തളരാണ്. മഞ്ചാടിക്ക് കിട്ടേണ്ടത് മഞ്ചാടി ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ദയ വീണ്ടും വന്ന് ദയ പറയാണ്, ഇതൊന്നും വിഷയമാക്കണ്ട. ഇതൊക്കെ അവർ നമ്മുടെ മുന്നിൽ ഓരോ ഓലപ്പാമ്പുകൾ കാട്ടുന്നതാണ്. അല്ലാതെ ഇതൊന്നും വിഷയമാക്കണ്ട മഞ്ചാടി. നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ പോവാം. നമുക്ക് ഇനി മുന്നോട്ടൊരു ജീവിതമുണ്ടെങ്കിൽ അത് സ്വയം തീരുമാനിച്ചാൽ മതി. ഇനി അച്ഛനും ഏട്ടത്തിമാരും എന്ന് പറഞ്ഞ് കുറേ എണ്ണത്തിനെ വലിച്ചു കയറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു ജീവിതം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് മഞ്ചാടിയുടെ ഉള്ളിൽ വീണ്ടും ദയ വിഷം കുത്തി കയറ്റുകയാണ് കേട്ടോ.